ഷാഫി പറമ്പിലെ തെരുവ് കൊണ്ടാന്ന് വിളിക്കാനുള്ള ചോറൊന്നും നീ തിന്നിട്ടില്ല ഷാനിബെ. ആ, മാന്യമായി സംസാരിക്കണം. റിജിലെ അതൊക്കെ ഭീഷണിയൊക്കെ കയ്യിൽ വെക്ക്. തെരുവുകൾ ആരാണെന്ന് ഈ നാട്ടിലെ ഭീഷണിയൊക്കെ കയ്യിൽ വെക്ക് റിജിലെ. ആ ജനങ്ങൾക്കറിയാം റിജിൽ അങ്ങനെ നേരിട്ട് എന്നോട് ഏറ്റുമുട്ടാൻ റിജിലെ. AKG സെന്ററിൽ പോയിട്ട് അതെ ഷാനിബെ സെന്ററിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പണ്ട് പറഞ്ഞിട്ടുണ്ട് റിജിലെ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. അവിടുത്തെ നീ എന്ത് പറയാനാ വിയോജിപ്പുകൾ ഷാർപ്പായി രേഖപ്പെടുത്താം. പക്ഷേ നിങ്ങൾ പരസ്പര ബഹുമാനം ഉറപ്പായി സൂക്ഷിച്ചേ പറ്റൂ. എനിക്ക് മനസ്സിലായി. തെരുവുകുണ്ട എന്ന് വിളിച്ചതിലുള്ള വിയോജിപ്പ് റിജിൽ രേഖപ്പെടുത്തി. അറിയാം എനിക്കത് മനസ്സിലാവുന്നുണ്ട് റിജിൽ. പക്ഷേ നിങ്ങൾ അതിന്റെ ഒരു മാന്യമായ തലം കീപ്പ് ചെയ്യണം. താനായിട്ടില്ല. എന്താ സംശയം? അയാള് തെരുവുണ്ടയെ പോലെയാണ് പെരുമാറിയത്. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് തമ്പാക്ക് ചവക്കുന്ന ഒരാൾ അന്ന് പെരുമാറിയപ്പോൾ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കുന്നു. ഒരു തെരുവുകുണ്ട പെരുമാറുന്നത് പോലെയാണ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള അയാൾ പെരുമാറിയത്. മുട്ടുമടക്കി വെക്കലാണോ? പ്രതിഷേധമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന തോച്ചിയല്ല പറയേണ്ടത് കേട്ടോ. തെരുവുകുണ്ട എന്ന പ്രയോഗത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് റിജിൽ മാക്കുറ്റി. ഓക്കെ, ഷാനിബ തുടരൂ. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ അദ്ദേഹത്തിന്റെ വടകര മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറയ്ക്കാൻ കഴിഞ്ഞു. അദ്ദേഹം വരുന്നിടത്ത് ആള് കൂടുന്നില്ല, എന്ന നിലയ്ക്ക് അല്ലല്ല. അത് നിങ്ങളുടെ പഴയ സൗഹൃദം, നിങ്ങളുടെ പഴയ സൗഹൃദം, പഴയ ക്യാമ്പ്, അതിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ അത് അങ്ങനെ വികസിപ്പിക്കല്ലേ. നമ്മൾ ഈ വിഷയത്തിൽ നിൽക്കൂ. തെരുവുണ്ടാകുന്ന വിളിച്ചാൽ വിയോജിപ്പത്തെ രേഖപ്പെടുത്തി. ഞാൻ ചോദിക്കുന്നത് ഷാനിബെ, അങ്ങനെ ഷാഫിയെ പൊതുജന മധ്യത്തിൽ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞു? ഷാഫി നിരാശനായിരിക്കുന്നു എന്ന കോൺഫിഡൻസ് ആണോ ഡിവൈഎഫ്ഐക്ക് ഇപ്പോൾ? പെരുമാറിയത് ഒരു തെരുവ് ഗുണ്ടയെ പോലെയാണ് ഷാഫി പറമ്പിൽ പെരുമാറിയത്. എന്താ സംശയം? അത് അങ്ങനെ വരട്ടല്ലേ റിജിലെ. ഏതെങ്കിലും സൈക്കോപാത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. വന്ന് കടിക്കാൻ വന്നാൽ, പേപ്പട്ടികളെ പോലെ കടിക്കാൻ വന്നാല് അവിടെ നിന്നിട്ട് ഓടുകയല്ല, തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ട് വന്നോണ്ട് ഭാഷ പ്രതികരിക്കുന്നവന്റെ ഭാഷ. നമ്മൾ ഗവർണർ ആരിഫ് പറഞ്ഞത് തെരുവുണ്ടയെ പോലെ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. മുദ്രാവാക്യം പോലെ ഗവർണർ ആരിഫ് ഖാൻ ഇതുപോലെ പെരുമാറിയപ്പോൾ നമ്മൾ പറഞ്ഞത് തെരുവുകുണ്ടയെ പോലെ എന്നല്ലേ ആരിഫ് ഖാൻ പെരുമാറിയപ്പോൾ നമ്മൾ പറഞ്ഞത്. ഭാഷയും ആണോ? ആ വീഡിയോ കണ്ട ആളുകൾക്കറിയാം. ഒരാളെ അയക്കലാണോ? മുദ്രാവാക്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രയോഗത്തിലെ പ്രശ്നങ്ങൾ റിജിൽ ചൂണ്ടിക്കാണിച്ചല്ലോ. ഷാനിബ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ഈ സമരം റിജിലേക്ക് വരും.